ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വലാഹു അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? തസ്രീഫുൽ അഫ്ആൽ അല്ലേ? നമ്മൾ പറഞ്ഞ തസ്രീഫുൽ അഫ്ആൽ 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് മാദി, മുദാരി, അംർ. അപ്പോൾ ഫിഅലുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫിഅലുകളെ കുറിച്ച് 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഈ 5ഉം എന്താണ്? ഫിഅലിൻ്റെ ഒരു തക്സീമാണ്. ഫിഅലിനെ പല രീതിയിൽ വേർതിരിക്കുകയാണ്. അത് പഠിച്ച് മനസ്സിലാക്കിയാൽ ഫിഅലിനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം നമ്മളെ കാലം, ടെൻസ് അനുസരിച്ച് ഫിഅലിനെ 3ആയിട്ട് വേർതിരിക്കാമെന്ന് പറഞ്ഞു. മാദി, മുദാരി, അംർ. അതിൽ നമ്മൾ പറഞ്ഞു ഈ ഫിഅൽ മാദി തന്നെ എന്ത് ചെയ്യും? ആ ഫിഅൽ ചെയ്ത ആൾ ലമീർ എന്ന് പറഞ്ഞാൽ പ്രൊനൗൺ, ചെയ്ത പ്രൊനൗണിനനുസരിച്ച് അതിൻ്റെ രൂപങ്ങൾ മാറും. അതാണ് ഫഅല, ഫഅല, ഫഅലു. ചെയ്തത് ഒരാളാണ്, 2 ആളാണ്, 3 ആളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആണ്, പെണ്ണ് അനുസരിച്ച് മാറും. നീ, ഞാൻ, അവൻ അനുസരിച്ച് മാറും. ആ ടേബിൾ നമ്മൾ പഠിച്ചു. ഞാൻ ഗ്രൂപ്പിലത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാദിൻ്റെ എല്ലാ സീഗകളുടെയും, നമ്മൾ പഠിച്ച 19 സീഗകളുടെയും മാദിൻ്റെ ഓരോന്നിൻ്റെയും ടേബിൾ, ഓരോന്നും. ഇപ്പോൾ അഫ്അല നമ്മൾ പഠിച്ചു. അഫ്അലൻ്റെ ഫായിൽ മാറുന്നതനുസരിച്ച് അതെന്താവും? അഫ്അല, അഫ്അല, അഫ്അലു എന്നാവും. അതുപോലെ ഇസ്തഫ്അല നമ്മൾ പഠിച്ചു, അത് ഇസ്തഫ്അല, ഇസ്തഫ്അല, ഇസ്തഫ്അലു എന്നാവും. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ടേബിൾ, അഫ്അലൻ്റെ ടേബിൾ, ഫാലൻ്റെ ടേബിൾ, അവസാനം ഇസ്തഫ്അല വരെയുള്ള ടേബിൾ അതിലുണ്ട്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസായിട്ട് ഒരു 4-5 ഫിഅലുകളുണ്ട്. അതാരെങ്കിലും ചെയ്ത് നോക്കിയിരുന്നോ? ഹറുൻ ചെയ്താ? അത് ചെയ്ത് നോക്കണം. അത് ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ സംഗതി മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഫിഅൽ മുദാരിൻ്റെതും ഇന്നലെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഫ് അലു എന്നുള്ളതിൻ്റെ ആ പ്രവൃത്തി ചെയ്ത ആൾ മാറുന്നതനുസരിച്ച് എന്താവും? എഫ് അലു, എഫ് അലാനി, എഫ് അലൂന, തഫ് അലു, തഫ് അലാനി, തഫ് അലൂന മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്നിൻ്റെയും ഈ 19ൻ്റെയും ടേബിളുകളുണ്ട്. ആ 19ൽ കുറച്ച് കുറവുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിൽ കുറച്ച് കുറവുണ്ട്. അതെന്താ കാരണം? നമ്മൾ പറഞ്ഞ സുദാസി ഉണ്ടല്ലോ, അല്ലെങ്കിൽ സുലാസി മസീദ് ബിസലാസി അഹ്റുഫ്, ഇസ്തഫഅല അതിന് ശേഷമുള്ളത് ഇഫ്അവ്വല, ഇഫ്ആല, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ ഇസ്തഫഅല മാത്രം എടുത്തിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളത് വളരെ അപൂർവമായതുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 13 ടേബിളായിരിക്കും ഉണ്ടാവുക. ശരി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫഅല, ഫഇല, ഫഉലുണ്ട്. അതിന് 3നും 3 ടേബിൾ ആവശ്യമില്ല. കാരണം ഫഅല, ഫഅല, ഫഅലു, ഫഇല, ഫഇല, ഫഇലു, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിഅൽ മാദിൻ്റെയും ഫിഅൽ മുദാരിൻ്റെയും ഈ 19 ബിനാഅുകളും ആ ഓരോന്നിൻ്റെയും 19ൽ ഓരോന്നിൻ്റെയും ഓരോ ടേബിൾ നമ്മൾ പഠിച്ചു. എന്താണ് ആ ടേബിൾ പറയുന്നത്? ആ പ്രവൃത്തി ചെയ്ത ആൾ മാറുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ രൂപം എന്നാണ് ഓരോ ടേബിളും പഠിപ്പിക്കുന്നത്. ഫിഅൽ അംറോ? ഫിഅൽ അംർ ഉണ്ടായിരുന്നു അതിൽ? ഇല്ല. ശരി, ഫിഅൽ അംർ പറയാം. അത് സിമ്പിളാണ്, അതുകൊണ്ടാണ് ഒഴിവാക്കിയത്. പറയേണ്ട ആവശ്യമില്ലാതെ അത്രയും സിമ്പിളാണ് ഫിഅൽ അംർ എന്നത്. ഇനി ഇന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് മുദാരി ഉണ്ടാക്കുക മാദിൽ നിന്ന്, അതുപോലെ എങ്ങനെയാണ് അംർ ഉണ്ടാക്കുക. മുദാരിൽ നിന്ന് അംർ എങ്ങനെയാണ് ഉണ്ടാക്കുക, അത് നോട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തുറന്നു നോക്കിയാൽ കാണാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഫിഅൽ മുദാരി ഫിഅൽ മാദിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ 19 രൂപങ്ങളുണ്ടല്ലോ, ആ 19ൽ നിന്നും നമുക്ക് മുദാരി ഉണ്ടാക്കണം. ഫഅല മുതൽ ഇസ്തഫഅല വരെയുള്ള 19 ബിനാഅുകളുണ്ട്. ഈ 19ൽ നിന്നും മുദാരി ഉണ്ടാക്കാൻ നമുക്ക് ആകെ ഒരു 3 പോയിൻറ്റ്സ് മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തേത് അൽ ഹർഫുൽ അവ്വൽ. നിങ്ങൾ ഞാൻ എഴുതിയ നോട്ടിൽ നോക്കിയാൽ കാണാം. അൽ ഹർഫുൽ അവ്വൽ, ഒന്നാമത്തെ അക്ഷരം എന്തായിരിക്കും? അഹദു അഹ്റുഫിൽ മുദാറഅ. അഹ്റുഫുൽ മുദാറഅ എന്ന് പറയുന്ന ഒരു സെറ്റ് അക്ഷരങ്ങളിലെ ഏതെങ്കിലും ഒരു അക്ഷരമായിരിക്കും. ഈ അഹ്റുഫുൽ മുദാറഅ ആരൊക്കെയാണ്? അനയിത്തു, അതുപോലെ അത്തൈന, നഅതി എന്നൊക്കെ പറയാം. എന്ത് പറഞ്ഞാലും 4 അക്ഷരങ്ങൾ: ഹംസ, നൂന്, യാ, ത. ഈ 4 അക്ഷരങ്ങളിലെ ഒരു അക്ഷരമായിരിക്കും ഫസ്റ്റത്തെ അക്ഷരം, മുദാരിയിലെ ഫസ്റ്റ് ലെറ്റർ. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ഈ അക്ഷരത്തിൻ്റെ ഹറക്കത്ത് എന്തായിരിക്കും? ഇപ്പോൾ ഹംസ എന്ന് പറയുമ്പോൾ കത്തബ, കത്തബ എന്നത് മാദിയാണ്. അതിൻ്റെ മുദാരി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഈ 4ൽ ഒന്നായിരിക്കും. യാ, നൂന്, അലിഫ്, യാ, നൂന്, ഹംസ, ത. പക്ഷേ
ഹംസ എന്ന് പറയുമ്പോൾ ആ എന്നാണോ ഈ എന്നാണോ ഊ എന്നാണോ, അത് മനസ്സിലാക്കാനുള്ള വഴിയാണ് രണ്ടാമത്തെ പോയിൻ്റ്. അത് തീരുമാനിക്കാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് മാദിയിൽ എത്ര അക്ഷരം ഉണ്ടായിരുന്നു നോക്കാം. അല്ലെ, മാദിയിൽ നമ്മൾ മുതാരിയാക്കുന്നത്, മാദിയിൽ എത്ര അക്ഷരം ഉണ്ടായിരുന്നു നോക്കാം. 4 അക്ഷരമാണെങ്കിൽ ദമ്മ്. 4 അക്ഷരമുള്ള മാദികൾ ഏതൊക്കെയാണ്? അഫ്അല, ഫഅല, ഫഅല, ഫഅലല. ഈ 4ൻ്റെയും മുതാരി കണ്ടുപിടിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഹർഫുൽ മുലാറ, അനൈത്തുവിലെ ഒരക്ഷരം കൊടുക്കുമല്ലോ, ആ അക്ഷരത്തിന് ദമ്മായിരിക്കും. അപ്പോൾ അക്രമ എന്നുള്ളതിൻ്റെ മുതാരി എന്തായിരിക്കും? യു എന്നായിരിക്കും. കിരിമു അടക്കട്ടെ, നമ്മൾ ഫസ്റ്റത്തെ ഹർഫിനെ കുറിച്ചാണ് പറയുന്നത്. യു എന്നായിരിക്കും തുടക്കം, അല്ലേ? യു ക്രീമാണ്. ആ ബാക്കിയുള്ളത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഫാ അല, ഉദാഹരണത്തിന് ജാഹദ, അതിൻ്റെ മുതാരി എന്തായിരിക്കും? യു. യജാഹിദു അല്ല, യു. എന്തുകൊണ്ടാണ്? മാദിയിൽ 4 അക്ഷരമാണ്. ഇപ്പോൾ ബാക്കി ഉദാഹരണങ്ങൾ പറയണ്ടല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം, സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് നിന്ന് മാറ്റിയിട്ട് ഐനുൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ മതി. ഫഅലൻ്റെ ഐൻ ഉണ്ടല്ലോ, സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിൻ്റെ ഹർക്കത്ത് എന്താണെന്നും കൂടി അറിയണം നമുക്ക്. അതെന്താണ്? അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബാക്കി എവിടെയും മാറ്റങ്ങളില്ല. ഈ ഫസ്റ്റത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്തും സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിൻ്റെ ഹർക്കത്തും മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള അക്ഷരങ്ങളൊന്നും മാറുന്നില്ല, അത് നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എല്ലാത്തിലും കസറായിരിക്കും. നമ്മളീ പറഞ്ഞ 19 ആ 10 ഉദാഹരണങ്ങൾ പറയുമ്പോൾ വ്യക്തമാവും. ഈ 19ലും സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ കസറായിരിക്കും, ഒരു കേസിലൊഴികെ, അല്ലെങ്കിൽ 2 കേസിലൊഴികെ. എന്തൊക്കെയാണത്? ഒന്ന് സുലാസി. സുലാസിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫഅല എഫ് അലുണ്ട്, ഫഅല എഫ് എലുണ്ട്, ഫഅല എഫ് ഒലുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സുലാസി പല രൂപത്തിലും വരും. അതിൻ്റെ 6 ബാബുകൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് എഴുതി വെച്ച ആൾക്കാർക്ക് അറിയാം. 6 വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അപ്പോൾ സുലാസി ആവരുത്, കാരണം സുലാസിയിൽ സെക്കൻഡ് ലാസ്റ്റ് കസ്ര എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം സുലാസിയിൽ പെട്ടതാണ് കത്തബ യക്തുബു. യക്തുബിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഏതാ? ത. അതിന് ലമ്മല്ലേ. അപ്പോൾ സുലാസിനെ നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതിൽ താ കൊണ്ട് തുടങ്ങുന്ന ബിനാകൾ നമ്മളിപ്പോൾ പഠിച്ച 19 താ കൊണ്ട് തുടങ്ങുന്ന ചിലതുണ്ട്. തഫ അല, തഫ അല, പിന്നെ ഏതാ? തഫ ലല, തഫ അല, തഫ അല, തഫ ലല, പിന്നെ ഈ 3 ഉള്ളൂ. ഏതായാലും താ കൊണ്ട് തുടങ്ങുന്നത് അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ഫത്ഹായിരിക്കും. സുലാസിൻ്റെത് നമുക്കൊന്നും പറയാൻ കഴിയില്ല, കാരണം സുലാസിക്ക് 6 ബാബുകളുണ്ട്. അത് ആ 6ൽ ഏതാണോ ആ ഫെയിൽ പെടുന്നത് അതുപോലെ എൻ്റെ മുതാരി. സുലാസിൻ്റെ മുതാരി കണ്ടുപിടിക്കാൻ ഡിക്ഷണറി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. സുലാസിൻ്റെ മുതാരിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ബാക്കിയുള്ള ഫെയിലുകളിൽ ഈ 19ൽ ആ 3 സുലാസിനെ ഒഴിവാക്കി ബാക്കി 16 ഉണ്ടല്ലോ. ഈ 16ൻ്റെ കാര്യത്തിൽ താ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ഫത്ഹ്, ബാക്കിയുള്ളതിനെല്ലാം കസർ. ഇസ്തഫ് അലൻ്റെ ഒരു ഉദാഹരണമാണ് ഇസ്തഖ്ദമ, അല്ലേ? ഇസ്തഖ്ദമിൻ്റെ മുതാരി എന്തായിരിക്കും നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച സ്റ്റെപ്പ് വെച്ച് നോക്കാം. ഇസ്തഖ്ദമ എന്നുള്ളത് ഏത് ബാബാണ്, ഏത് വസനാണ്, അല്ലെങ്കിൽ ഏത് സീഗയാണ്, ഏത് ബിന ആണ്? ഒക്കെ ഒന്നനെ ഏതൊക്കെ? ഇസ്തഫാല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് ഫസ്റ്റ് യാ കൊടുക്കണോ യു കൊടുക്കണോ എന്ന് തീരുമാനിക്കണം. യാ അല്ലേ? യാ അല്ലേ? യാ. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഏതാ? അല്ലെങ്കിൽ കുറച്ച് സിമ്പിളായിട്ടൊരു ഉദാഹരണം, ഇപ്പം കാത്തല, കാത്തല. അപ്പോൾ നമ്മൾ പഠിച്ച നിയമം വെച്ച് നോക്കാം. നമുക്ക് വേണ്ട എന്താണ്? നമ്മൾ പറഞ്ഞു ആദ്യത്തെ അക്ഷരം അനയിത്തു എന്നുള്ളതിൽ ഒരക്ഷരമായിരിക്കും. അനയിത്തു എന്ന് പറഞ്ഞാൽ ഹംസ ആവാ, യാ ആവാ, പിന്നെ നൂനാവാ, ത ആവാ, അല്ലേ? ഈ 4 ഏതെങ്കിലും ഒരു അക്ഷരമായിരിക്കും ഫസ്റ്റത്തെ ലെറ്റർ. അപ്പോൾ ഇതിനൊരു ഹർക്കത്ത് വേണമല്ലോ. അപ്പോൾ ഹർക്കത്ത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്താണ്? നമ്മൾ പറഞ്ഞു 4 അക്ഷരമാണെങ്കിൽ ദമ്മായിരിക്കും. ഇതിൽ 4 അക്ഷരമല്ലേ? അപ്പോൾ യു ആണ്. പിന്നെ ഈ താൻ്റെ ഹർക്കത്ത് കണ്ടുപിടിക്കണം. ബാക്കിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. ഫസ്റ്റത്തെ അക്ഷരത്തിലും സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിലേ മാറ്റുള്ളൂ. താന് ഫത്തഹാണോ കസറാണോ ദമ്മാണോ അങ്ങനെ കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞു സുലാസി ആണെങ്കിൽ നമ്മൾ ഡിക്ഷണറി നോക്കുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. ബാക്കിയുള്ളതാണെങ്കിൽ താ കൊണ്ട് തുടങ്ങുന്നതാണോ അല്ലേന്ന് നോക്കുക. ഇത് താ കൊണ്ട് തുടങ്ങുന്നതാണോ? താ കൊണ്ട് തുടങ്ങുന്ന പറയുമ്പോൾ മാദിയെക്കുറിച്ചാണ് പറയുന്നത്. മാദി താ കൊണ്ട് തുടങ്ങുന്നതാണോ? അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് തുടങ്ങുന്നത്? ഇത് കാഫ് കൊണ്ടല്ല, ഫാ കൊണ്ടാണ് തുടങ്ങുന്നത്.
കാരണം നമ്മൾ പറയുന്നതൊക്കെ ബിനായിനെ കുറിച്ചാണ്. അല്ലേ? താ കൊണ്ടല്ല തുടങ്ങുന്നത്. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്താണ് പറഞ്ഞത്? കസ്ർ. എല്ലാവർക്കും കസ്ർ. താ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഫത്ഹ്. അപ്പോൾ എന്തായി? യുഖാതിലു അല്ലേ? ഇനി വേറൊന്ന് താറിലൊന്ന് പറയാം. അപ്പോൾ തഅല്ലമ. തഅല്ലമ ഇതിൻ്റെ മുതാരി കിട്ടണം നമുക്ക്. അപ്പോൾ അവൾ ഒരു പെണ്ണ് പഠിക്കുന്നു എന്നാണ്. തഅല്ലമ എന്നാൽ പഠിച്ചു, ഒരാൾ പഠിച്ചു. അപ്പോൾ അവൾ ഒരു പെണ്ണ് പഠിക്കുന്നു എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ അനയത്തൂൽ ഏതെടുക്കണം? താ എടുക്കണം അല്ലേ? അത് നമ്മൾ എഫ്അലു എഫ്അലാനി എഫ്അലൂന ആ ടേബിൾ പഠിച്ചില്ലേ? ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. പെണ്ണാണെങ്കിൽ മുഅന്നസ് ആണെങ്കിൽ അതായിരിക്കും മുഅന്നസ്, മുഫ്രദ്, ഗായിബ്. അതാണെങ്കിൽ ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കൊടുക്കേണ്ടത് താ ആണ്. ഇനി സെക്കൻഡ് ക്ലാസ് ലെറ്ററിൻ്റെ ഹർക്കത്ത്. സെക്കൻഡ് ക്ലാസ് ലെറ്ററിൻ്റെ ഹർക്കത്ത് എന്താ? ഇപ്പോൾ ഫത്ത് നിങ്ങൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഫത്തായി? താ കൊണ്ട് തുടങ്ങുന്നതാണ് അല്ലേ? അപ്പോൾ തതഅല്ലമു ഹിയ തതഅല്ലമു. ശരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മുതാരി കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ്, ഈ 3 സ്റ്റെപ്പുകൾ. ഇനി ഇപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്ന് വിചാരിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ നോട്ടിൽ അടുത്തൊരു ടേബിൾ കാണാം, അതൊന്ന് വായിച്ചോളി. അവിടെ എഴുതാം. ഫഅല അല്ലേ? ഫഅല നമ്മൾ 19 ബിനാവ് കൂടെ എഴുതാണ്. ആ 19ൻ്റെ മുതാരി എഴുതാണ്. ഫഅല മുതാരി എന്താണ്? യഫ്ഉലു അല്ലേ? ഫസ്റ്റത്തത്. അതുപോലെ ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു. ഇനി അടുത്തത് ഫഅലുണ്ടല്ലോ അല്ലേ? ഫഅല യഫ്അലു, ഫഅല യഫ്ഇലു. ഉദാഹരണം ഹസിബ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാൻ നോക്കണം, അപ്പോൾ നമ്മളെ വൊക്കാബുലറി കൂടുള്ളൂ. എന്താണ് വേറെ ഉദാഹരണം? വജില, അത് യൗജലു ആണ് അല്ലേ? വഅദ യഇദു, വഅദ യഇദു. അവിടെ ഒരു യവ്ഇദുണ്ട്, പക്ഷെ വാവ് എന്തുകൊണ്ട് പോയി? അത് നമ്മൾ പഠിക്കും, ഹദ്ഫിനെ കുറിച്ച്, ഇബ്ദാലിനെ കുറിച്ചൊക്കെ. ഫഉല യഫ്ഉലു. ഉദാഹരണം കറുമ, അദുമ യഅദുമു, കബുറ യക്ബുറു. കബുറയും കബിറയും ഉണ്ട്. എന്താ വ്യത്യാസം? അതാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ അർത്ഥം വ്യക്തമായി അറിയുള്ളൂ. ഏത് ബാബിൽപ്പെട്ടതാണ് ഫെയിൽ എന്ന് മനസ്സിലാക്കിയാലേ അർത്ഥം ശരിക്കും മനസ്സിലാവുള്ളൂ. കബിറയുണ്ട്, കബുറയുണ്ട്. എന്താ വ്യത്യാസം? അഹങ്കരിച്ചു, തകബ്ബറ. കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അള്ളാഹ്ക്ക് സന്താനമുണ്ടെന്ന് പറഞ്ഞത് അതിനെപ്പറ്റി കബുറത്ത് കലിമത്തൻ എന്നാണ് പറഞ്ഞത്. കബീറ എന്ന് പറഞ്ഞാലോ? കബീറ എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയതാണ് കബീറ എന്ന് പറഞ്ഞാൽ. കബൂറ എന്ന് പറഞ്ഞാൽ വലുതായി. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. കബുർത്തു എന്ന് പറയരുത്. എനിക്ക് വയസ്സായി എന്നുള്ളതിന് കബുർത്തു എന്ന് പറയാൻ പാടില്ല. ഈ ആയത്ത് ഓർത്താൽ മതി. ആയത്തിൽ പറയുന്നത് എന്താണ്? അവരെ വാക്ക് വളരെ വലുതായിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ മറ്റേത് പ്രായം കൂടി. കിബർ, പ്രായം കിബർ, കിബറുൻ, കബിറ കിബറൻ. മസ്ദർ റദിഫ, റദിഫ ഫഇലാണ്, പക്ഷെ മുദാരി എന്താണ്? റദിഫ. അങ്ങനെ റദിഫ എന്നുള്ളത് ഫഇലാണല്ലോ. ഫഇലിൻ്റെ അധികം എന്താണ്? യഫ്അലു ആണ്. ഇർദഫു ആയിരിക്കണം അധികവും. ഇർദിഫു ആണോ? അല്ല, അത് അർദഫയാണ്. അർദഫ മുർദിഫ് യുർദിഫു. റദഫൻ്റെ മുദാരി വന്നൊരു ആയത്തോ ഹദീസൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ആയത്ത് എന്തായാലും ഇല്ല. റദിഫ എന്നുള്ള ആയത്തുണ്ട്. റദിഫ ലക്കും അസായക്കൂന റദിഫ ലക്കും ബഅദുല്ലദീ തസ്തഅജിലൂൻ. പക്ഷേ അതിന് മുദാരി എന്താണെന്നറിയില്ല. എന്താ പറഞ്ഞത്? റാദിഫ, അത് ഇസ്മുൽ ഫായിലാണ്. എൻ്റെ മുദാരി എന്താണെന്ന് അറിയില്ല. ശരി. അപ്പോൾ സുലാസി കഴിഞ്ഞ് പിന്നെ അഫ്അല. അഫ്അലിൻ്റെ മുദാരി എന്താ? അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതൊക്കെ സ്റ്റെപ്പൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ മുദാരി കിട്ടുന്നത് യുഫ്ഇലു എന്നായിരിക്കും.
അതുപോലെ അടുത്തത് ഫഅല. ഫഅലിൻ്റെത് യുഫാഇലു അല്ലേ? ഇവിടെ യുഫാഇലു കസ്റ്. എന്തുകൊണ്ടാ? ഇവിടെ 4 അക്ഷരം ആയതുകൊണ്ട്, ഫാല് 4 അക്ഷരമല്ലേ, 4 അക്ഷരം ആയതുകൊണ്ട് യു എന്ന് എടുത്തു, ലമ്മ് എടുത്തു. ഫസ്റ്റത്തെ ലെറ്ററിന് ലമ്മ്. പിന്നെ താ കൊണ്ട് തുടങ്ങിയാൽ ഫത്ത്ഹ് അല്ലെങ്കിൽ കസ്ർ എന്ന് പറഞ്ഞു. താ കൊണ്ട് തുടങ്ങിയതല്ലല്ലോ ഇത്, ഫസ്റ്റ് ലെറ്റർ താ അല്ലല്ലോ, അപ്പോൾ കസ്ർ. അഫ്അല ഫഅല ഫഅല അല്ലേ? ഫഅല ഓർഡർ തെറ്റിയാ ആ പ്രശ്നമല്ല. പിന്നെ ഫഅലല ഫഅലല ഫഅലൻ്റെ മുതൽ എന്താണ്? യുഫഅലിലു. ഇനി അടുത്തത് ഇൻഫാല. ഇൻഫാല ഉദാഹരണം ഇർദഫ് ആയിരിക്കും, അധികം അങ്ങനെ ആയിരിക്കും, വളരെ കുറവാണ് അത്. ഈ ഹസിബ യഹ്സിബു എന്നുള്ളത് വളരെ കുറവാണ്. ഇൻഫാല അത് ആരോ പറഞ്ഞിട്ട് അന്ന് എണ്ണം പറഞ്ഞില്ല നമ്മൾ, 9 എണ്ണോ അങ്ങനെ എന്തോ ആകത്രേ ഉള്ളൂ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇൻഫാല ഇൻകസറ മുതാനി ആ നോട്ടിൽ നോക്കിക്കോ, പ്രശ്നമില്ല. എൻകസിറു. എന്താ കാരണം? ഇൻകസറ എന്ന് പറയുമ്പോൾ 4 അല്ല, അപ്പോൾ ഫത്ത്ഹാണ്, യാന് ഫത്ത്ഹാണ്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ താ അല്ല, അതുകൊണ്ട് കസറാണ്. അടുത്തത് ഒരു മിനിറ്റ്, അടുത്ത ഇൻഫാല അതിൻ്റെതാണ് ഇഫ്താല അല്ലേ? വേറെ കാര്യം ആലോചിച്ചത്. ഇഫ്താല ഉദാഹരണം ഞാനിവിടെ എൻകസിർ എന്ന് എഴുതിയല്ലേ, പ്രശ്നമില്ലല്ലോ, നമുക്ക് പ്രശ്നമില്ലല്ലോ, അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? വസന എഴുതിയാലും ഇത് എഴുതിയാലും പ്രശ്നമില്ല. ഇഫ്താലിൻ്റെത് ഇഫ്തായിലു, കാരണം എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം അല്ലേ? അപ്പോൾ ഫസ്റ്റത്തിന് ഫത്ഹായിരിക്കും. 4 അക്ഷരമാണെങ്കിൽ മാത്രം ലമ്മ്, ബാക്കിയെല്ലാം എന്താണ്? ഫത്ഹാണ്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ താ കൊണ്ട് തുടങ്ങിയതാണെങ്കിൽ മാത്രം ഫത്ഹ്, ബാക്കിയെല്ലാം കസ്ർ. ഇതിൻ്റെ തുടക്കം താ അല്ലല്ലോ, ഹംസല്ലേ, അപ്പോൾ ഇഫ്തായിലു. അടുത്തത് ഉദാഹരണം ഇസ്തമ അല്ലേ? ഇസ്തമ ശ്രദ്ധിച്ച് കേട്ടു. എന്താ ഇസ്തമയും സമയയും നമ്മൾ വ്യത്യാസം? സമയ എന്ന് പറഞ്ഞാൽ കേട്ടു, ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടു. ഇപ്പോൾ മ്യൂസിക് സമാ ഉൽ മൂസിക്ക, എന്താ അതിൻ്റെ ഹുക്മ്? മ്യൂസിക് കേൾക്കൽ എന്താണ്? ഹറാമാണോ ഹലാലാണോ? ഹറാമാണോ മ്യൂസിക് കേൾക്കൽ? അപ്പോൾ നിങ്ങളിങ്ങനെ റോഡിലൂടെ പോകുന്നു, ഒരാൾ പാടുന്നുണ്ട്, ഹറാമാ? ഇസ്തിമാ ഉൽ മ്യൂസിക്കാണ്, മ്യൂസിക് ശ്രദ്ധിച്ച് കേൾക്കലാണ് ഹറാം. മുബാഹ് എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് അത് കുറ്റമല്ലല്ലോ, അല്ല, കേൾക്കുന്ന നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരാൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഇന്ത്യയിലുള്ള ഏതോ ഒരു ദീനി സ്ഥാപനത്തിൽ മൈക്ക് കൊണ്ടുവന്നപ്പോൾ ഉസ്താദന്മാർക്ക്, ഒരു ഉസ്താദ് മൈക്ക് എടുക്കില്ല, മൈക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അദ്ദേഹം പറഞ്ഞത്, മൈക്ക് കൊണ്ടുവന്നാൽ, പള്ളിയിലാണ് ക്ലാസ് എടുക്കുന്ന സ്ഥാപനത്തിൽ, അപ്പോൾ കുറേ ഹലക്കകളായിട്ട് ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ മൈക്കിൽ ക്ലാസ് എടുത്താൽ എന്ത് ചെയ്യും? തസ്മഊന വലാ തസ്തമിഊൻ, ശബ്ദം കേൾക്കും പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കില്ല. എന്താ കാരണം? മൈക്കില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ശബ്ദം മിക്സാവും. അതാണ് സെമിയ ഇസ്തമയ തമ്മിൽ വ്യത്യാസം. ഇഫ്താല ഇഫ്താല. അടുത്ത വസ്ന് ബിനാ സീഗ അങ്ങനെ പലതും പറയട്ടെ, അതൊക്കെ ഒന്ന് തന്നെയാണ്. എന്താണ് അടുത്തത്? തഫാഅല. ഇവിടെ നമ്മൾ താ വന്നു അല്ലേ? അപ്പോൾ എന്ത് മനസ്സിലാക്കുക? സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഫത്ഹായിരിക്കും മനസ്സിലാക്കുക, താ വന്നോടുകൂടി. പിന്നെ 4 അക്ഷരം അല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും? ഫസ്റ്റത്തെ അക്ഷരത്തിന് ഫത്ഹായിരിക്കും. യതഫാഅലു, തസാഅല, യതസാഅലു, അമ്മ യതസാഅലു നമ്മൾ പറയും. അർത്ഥങ്ങൾ, ഈ സിയാദത്തുള്ള വസനുകളുടെ അർത്ഥങ്ങൾ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് പറയാം. അടുത്ത വസന് തഫഅല അല്ലേ? തഫഅല. ഉദാഹരണം തഹജ്ജദ, തഅല്ലമ, തകബ്ബറ, തഅല്ലഖ. മാഷാ അല്ലാഹ്. മുതാരി ഇത്രയും ഞാൻ എഴുതാം, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. യാന് ഫത്ഹായിരിക്കോ ലമ്മായിരിക്കോ?
4 ലൊമ്മ്, 5 അപ്പോൾ ഫത്ത് യ യത്ത ഫ. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഫത്ത് യത്ത ഫ അലു. അടുത്തത് ഇഫ് അല്ല. അവിടെ ഒരു ചോദ്യം വരാണ്ട്. ഇഫ് അല്ല മുതാരി ഫസ്റ്റത്തെ അക്ഷരത്തിന് എന്തായിരിക്കും? യ എന്നായിരിക്കും. കാരണം 4 അക്ഷരമല്ലല്ലോ. 4 അക്ഷരം അല്ലാത്തതൊക്കെ ഹർഫുൽ മുളാറാക്ക് ഫത്ഹ്. അപ്പോൾ യ യഫ്. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്താ? സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ താ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഫത്ഹ്, അല്ലെങ്കിൽ കസറല്ലേ വേണ്ടേ? പക്ഷേ എഫ് അല്ലു ആണ്. അതിൽ എഴുതിയിട്ടുള്ള എഫ് അല്ലു അല്ലേ? അതെന്താണ്? എനിക്ക് തെറ്റിയതാണോ അതോ അങ്ങനെ തന്നെയാണോ? വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റാലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, തെറ്റിയതായിരുന്നെങ്കിൽ ഓടുമ്പോൾ എഴുതൂലായിരുന്നല്ലേ. എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ നിയമത്തിൽ നമ്മൾ പറഞ്ഞ നിയമം എന്താണ്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, മറന്നു വരുന്നുണ്ടോ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ. അതായത് ഈ നമ്മളിവിടെ ആദ്യം എഴുതിയ കോളുണ്ടല്ലോ, ഈ ലൈനും ഇതിൽ വരുന്ന മാലികൾ, അതൊക്കെ മാലികളാണല്ലോ. ആ മാലികളിൽ ഫസ്റ്റ് ലെറ്റർ ത ആണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഫത്തായിരിക്കും. ത അല്ലാത്തതാണ് ബാക്കിയെല്ലാം. 16 ത അല്ലാത്തതാണ്. ആ 16 സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? കസറായിരിക്കും. അതാണ് നിയമം. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ത ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ? ഹംസല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും എഫ് ഇല്ലു അല്ലേ വരേണ്ടത്? അതാണ് വറക്കല്ല. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ലാമാണ്. ശരിക്കും ഇത് എഫ് അലിലു ആണ്. ഇത് ഇഫ് അലില എന്നാണ്, ഇത് എഫ് അലിലു ആണ്. അതിനെ ശ്രദ്ധാക്കിയപ്പോൾ എഫ് അല്ലു ആയതാണ്. അത് നമ്മൾ ഇദ്ഗാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഹർക്കത്ത് എന്തൊക്കെ സംഭവിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ കായിക തെറ്റിയിട്ടില്ല. ഉദാഹരണം ഇഫ് അല്ലക്ക് ഇൽത്തറ, മാഷാ അല്ലാ. വേറെ ഇഹ്മറ. അടുത്തത് ഇസ്തഫഅല. കഴിഞ്ഞപ്പോൾ അല്ലേ? മുതാരി എന്താണ്? യസ്തഫഇലു. ശരി. ഇപ്പോൾ നമ്മൾ ആദ്യം 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, 3 പോയിൻറ്റ്സ്. ഒന്നെന്താണ്? അനയിത്തു എന്നുള്ളതിൽ ഒരക്ഷരമായിരിക്കും അല്ലേ? എല്ലാത്തിലും അത് തന്നെയല്ലേ? യാ യാ യാ. പെണ്ണാണെങ്കിൽ താവും. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ ഹർക്കത്ത് തീരുമാനിക്കൽ എങ്ങനെയാണ്? മാദിയിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കുക. അതൊക്കെ സുലാസി ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. സുലാസിൻ്റെ കാര്യം ഡിക്ഷണറി. ബാക്കിയുള്ളതിൽ മുതാരിക്ക് എത്ര അക്ഷരം, മാദിക്ക് എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കാം. 4 അക്ഷരമാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ യു. ഇവിടെ നോക്കി, യു 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 അല്ലേ? അല്ലാത്തതിനൊക്കെ എന്തായിരിക്കും? യാ എന്നായിരിക്കും, ഫത്തായിരിക്കും. മൂന്നാമത്തെ കാര്യം സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഐനുൽ ഫിഅൽ. ഐനുൽ ഫിഅലിൻ്റെ ഹർക്കത്ത് എങ്ങനെ തീരുമാനിക്കുക? മാദിൻ്റെ ഫസ്റ്റ് ലെറ്റർ ത ആണോ അല്ലേന്ന് നോക്കുക. ത ആണെങ്കിൽ ഫത്ത്. ത വന്നത് എവിടെ? ഇവിടെയൊക്കെ ത വന്നു. 1 2. നമ്മൾ തഫഅലല എഴുതിയില്ല. നിങ്ങൾ പറ്റിച്ചെന്നെ. തഫഅലല യതഫഅലലു അല്ലേ? അപ്പോൾ താ കൊണ്ട് തുടങ്ങിയതിലൊക്കെ എന്താണ്? തഫഅലലയിൽ യതഫഅലലു. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഫത്ത്. തഫഅല യതഫഅലു, തഫഅല യതഫഅലു അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് കൊണ്ട് പറയാവുന്ന കാര്യമുള്ളൂ. അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജീനിയസുകൾക്കൊക്കെ ഈ ടേബിൾ മൊത്തം മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് അല്ലേ? ആ 3 പോയിൻറ്റ്സാണ് ഈ കാണുന്ന സംഗതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫേല് മാദിയിൽ നിന്ന് മുതാരി ഉണ്ടാക്കുന്ന ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് മുതാരിൽ നിന്ന് അമ്ര ഉണ്ടാക്കണം. അമ്ര ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു 3 സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിൾ മനസ്സിൽ തെളിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ലാം 2 ലാം അടുത്ത് വന്നില്ലേ? ഒരേ അക്ഷരങ്ങളല്ലേ? ഒരേ അക്ഷരങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ചെയ്യണമെങ്കിലോ? നിങ്ങളെവിടെയെങ്കിലും അങ്ങനെ 2 അക്ഷരങ്ങൾ അടുത്തടുത്ത് ഉള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ റാറി, ലീലു, ഇതൊക്കെ നമ്മളെ ഈ സിഹറിൽ പറയാമെന്നല്ലാതെ വേറെ എവിടെയെങ്കിലും ഒരു അറബി വാക്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ? കാക്കി, കീക്കു, ഇങ്ങനെ ഒരേ അക്ഷരത്തിന് 2 ഹർക്കത്തിൽ അടുത്തടുത്ത് ഇല്ല. അതൊരു സുഖമില്ലല്ലോ. അപ്പോൾ അതിനെ ശ്രദ്ധ കൊടുത്തിട്ട് ഒഴിവാക്കും. അത് അടുത്തടുത്ത് ഒരേ അക്ഷരത്തിന്, ഒരേ അക്ഷരം എന്നല്ല, പരസ്പര സാദൃശ്യമുള്ള 2 അക്ഷരങ്ങൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണം എന്താ പറയുക?
ലഅല്ലഹും യതദക്കറൂൻ, ലഅല്ലഹും യതദക്കറൂൻ. അത് ചില സ്ഥലത്ത് ഖുർആനിൽ നിങ്ങൾ കണ്ടില്ലേ, ലഅല്ലഹും യദക്കറൂൻ. എന്തുകൊണ്ടാണ്? താവും ദാലും അടുത്തടുത്താണ്. താ ദാൽ രണ്ടും മഖ്റജ് അടുത്താണ്. അപ്പോൾ അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് യദക്കറൂൻ എന്നൊരു ശബ്ദം കൊടുത്ത്. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഒരേ അക്ഷരമല്ല, മഖ്റജ് പരസ്പരം അടുത്തുള്ള രണ്ട് അക്ഷരങ്ങൾ പോലും തൊട്ടടുത്ത് രണ്ട് ഹർക്കത്തായിട്ട് കിടക്കുന്നത് അറബി ഭാഷ ഇഷ്ടപ്പെടുന്നില്ല. ഒരേ അക്ഷരം ഒരിക്കലും വരില്ല. ആ രണ്ടും കൂടി ചേർത്ത് ശബ്ദാക്കി മാറ്റും. എന്തുകൊണ്ട്? പിന്നെ നിങ്ങൾ ചോദ്യം ഇവിടെ ഇതല്ലേ, എന്തുകൊണ്ട് എഫ് എല്ലു ആയില്ല? എഫ് അല്ലു ആയി, എഫ് അൽ ലി ആയില്ല എന്നോ? ലാസ്റ്റ് ലെറ്റർ നമ്മൾ ഫേൽ മുതാരിൻ്റെ അവസാനത്തെ എപ്പോഴും ലമ്മല്ലേ. പക്ഷെ അത് വിശദമായിട്ട് നമ്മൾ ഇദ്ഗാം എന്ന് പറഞ്ഞിട്ടൊരു ബാബ് വരാനുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് ഷദ് കൊടുക്കുന്ന പരിപാടി. അതുപോലെ ഷദ് പിരിച്ചിട്ട് തിരിച്ച് മാറ്റുന്ന സിറ്റുവേഷനുണ്ട്. അതിനെക്കുറിച്ച് അതെ അതെ. അല്ലെങ്കിൽ ഫേൽ മുതാരിക്ക് അവസാനം മർഫു ആയിരിക്കും എന്നുള്ളതിന് ആ കായിക തെറ്റും, കൺഫ്യൂഷനാവും അവിടെ. അവസാനത്തെ അക്ഷരത്തിന് കസ്ര വരിക എന്നുള്ളത് ഇസ്മിന് മാത്രമുള്ളതാണ്. ഫേലിന് ഒരിക്കലും അവസാനത്തെ അക്ഷരത്തിന് കസ്ര വരില്ല. ഓക്കെ, ഇനി നമുക്ക് മുതാരിൽ നിന്ന് അമ്ര കണ്ടുപിടിക്കണം. അതിനും ഈ പറഞ്ഞ പോലെ കുറച്ച് നിയമങ്ങളുണ്ട്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ഈ മുതാരിൽ നിന്നാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇത് മായ്ക്കാം. ആ എഴുതണോ? നോട്ടുണ്ട് കേട്ടോ അവിടെ ഗ്രൂപ്പിൽ, PDF ഉണ്ട്. ഇഫ്തഅല. ഈ നോട്ടിനേക്കാളും ഭംഗി എൻ്റെ എഴുത്തിനുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എടുത്തോളേ, തടയുന്നില്ല. അപ്പോൾ ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ മാലി മായ്ച്ച് കളഞ്ഞിട്ട് ഇവിടെ അമ്രാക്കിയാൽ പോരെ? ഇനി നമ്മൾ മുതാരിൻ്റെ കാര്യത്തിൽ 3 കായികകൾ പറഞ്ഞു തുടക്കത്തിൽ, മുതാരി കണ്ടുപിടിക്കാനുള്ള 3 കായികകൾ. അതേപോലെ ഒരു 4 പോയിൻറ്റ്സ് ഉണ്ട് അമ്രിന്. ഒന്നാമത്തെ എന്താണ്? നമ്മൾ പറഞ്ഞു ഫിഅൽ മുതാരി പലതരത്തിലുണ്ട്. അനയിത്തു എന്നുള്ള 4 അക്ഷരം മാറുന്നതിനനുസരിച്ച് സംസാരിക്കുന്ന ആൾ മാറും. മുഖാത്തബ്, ഗായിബ്, അതിന് മുദക്കർ, മുഅന്നസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതിൽ മുഖാത്തബ് ആയിട്ടുള്ള ആൾ, മുഖാത്തബിനോട് സംസാരിക്കുന്ന ഫിഅൽ മുതാരി ഉണ്ടല്ലോ, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന. സ്ത്രീലിംഗാണെങ്കിൽ തഫ്അലീന, തഫ്അലാനി, തഫ്അൽന. ഈ 6 രൂപങ്ങളിൽ നിന്നാണ് ഫിഅൽ അമ്ർ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ. ബാക്കിയുള്ള ഈ 14 ബാക്കി എത്ര ഉണ്ട്? 8 എണ്ണം ബാക്കിയുണ്ട്. നമ്മുടെ ടേബിൾ 14ആണ്. അതിൽ ആ ബാക്കിയുള്ള 8 എണ്ണത്തിൽ നിന്ന് നമ്മൾ അമ്ർ ഉണ്ടാക്കുന്നില്ല. കാരണം എന്താ? കാരണം ഗായിബായ ഇവിടെ ഇല്ലാത്ത ആളുടെ നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മൾ സ്വന്തത്തോട് കൽപ്പിക്കാൻ പറ്റൂല. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഒന്നാമത്തെ കായിക. അത് എന്ത് മനസ്സിലാക്കുക? അപ്പോൾ ഫസ്റ്റത്തെ അക്ഷരമൊക്കെ താ ആയിട്ടുള്ള ഫിഅൽ മുതാരിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഞാനിവിടെ താ ആക്കി മാറ്റുന്നില്ല. കാരണം എന്താണ്? അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ആ ഫിഅൽ ഹർഫുൽ മുതാറാനെ മായ്ച്ച് കളയാനാണ്. അപ്പോൾ വെറുതെ പിന്നെ എനർജി വേസ്റ്റ് ആക്കുന്നില്ല. പക്ഷേ ഈ കാണുന്ന യാകളൊക്കെ താ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ താകളാണ്. ഒരു സ്ഥലത്ത് വേണമെങ്കിൽ എഴുതാം അല്ലേ? തഫ്അലു, അതുപോലെ തഫ്ഇലു, തഫ്അലു, തഫ്ഉലു, തഫ്ഇലു, തഫ്അലു. ഇതൊക്കെ എന്താണ്? തഫ്അലു, തഫ്ഇലു. ഇതെങ്ങനെ വീണ്ടും റിപ്പീറ്റായി? അത് അല്ല, അത് 6 ബാബ് ഉണ്ടായിരുന്നല്ലോ മുതാരിനല്ലേ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 6 എണ്ണം മതി. അവിടെ തഫ്അലു, തഫ്ഇലു, അല്ല ഇതിൻ്റെ ആവശ്യമില്ല. ഇതല്ലേ വേണ്ടാത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വേണം. തുഫ്ഇലു, തുഫാഇലു അതൊക്കെ വേണം. അതായത് സുലാസിയിൽ 6 എണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിൽ 3 എണ്ണം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി കാരണം എന്താ 6 എണ്ണത്തിൽ 3 എണ്ണം മതി എന്ന് പറയാൻ കാരണം? നമ്മൾ മാലി മുതാരിയും കൂട്ടിയപ്പോഴാണ് ഈ 6 എണ്ണം വരുന്നത്. അതിൽ മുതാരികൾ 3 രൂപയല്ലേ ഉള്ളൂ. ഫഅലക്ക് എഫ്അലുണ്ട്, എഫ്ഇലുണ്ട്, എഫ്ഉലുണ്ട്. ഈ 3 എണ്ണത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും പിന്നെ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തഫ്അലു, ഇത് തഫ്ഇലു, ഇത് തഫ്അലു. ഫസ്റ്റത്തെ ഈ യാകളൊക്കെ മാറ്റി താ ആക്കിയിട്ടുണ്ട്, മനസ്സിലാക്കാട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മുഖാത്തബിൻ്റെ ഫിഅൽ മുതാരിൽ നിന്നാണ്
അമർ ഉണ്ടാക്കുന്നത്, കാരണം മുഖാത്തബിനോടാണല്ലോ കൽപ്പന. രണ്ടാമത്തെ പോയിൻ്റ് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ സുക്കൂന അഫൻ, ലാസ്റ്റത്തെ ലെറ്റർ നോക്കണം. ഇനി ലാസ്റ്റ് ലെറ്റർ നോക്കിയിട്ട് അത് സുക്കൂനാക്കണം. ലാസ്റ്റ് ലെറ്റർ സുക്കൂൻ. ഓക്കെ, അവസാനത്തെ ലെറ്റർ സുക്കൂൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മുഖാത്തബിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഹർഫുൽ മുദാറ താ ആക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് ലാസ്റ്റ് ലെറ്റർ സുക്കൂനാക്കണം. അടുത്തത് ഈ ഫസ്റ്റത്തെ ലെറ്റർ ഒഴിവാക്കണം. നമുക്ക് ഒന്ന് എടുത്തിട്ട് പറയാം, വിശദീകരിക്കാം. ഈ ഫസ്റ്റ് ലെറ്റർ കളയണം. ഫസ്റ്റ് ലെറ്റർ കളഞ്ഞിട്ട്, ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഹർഫുൽ മുദാറ അനയത്തുല്ല 4 അക്ഷരം, അത് കളയാം. അത് കളഞ്ഞിട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അക്ഷരം ഏതാണ് ഹർക്കത്ത്, സുക്കൂനാണോ അതോ വേറെ എന്തെങ്കിലും ഹർക്കത്താണോ നോക്കണം. അപ്പോൾ ഇവിടെ സുക്കൂനാണ് അല്ലേ, എഫ് അലുവിൻ്റെ യാ കളഞ്ഞാൽ, അല്ലെങ്കിൽ തഫ് അലുവിൻ്റെ താ കളഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ സുക്കൂനാണ്. നേരെ മറിച്ച് ഇവിടെയൊക്കെ സുക്കൂൻ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ തൂ കളഞ്ഞാൽ അടുത്ത അക്ഷരം ഫ എന്നാണ്, ഫത്ഹാണ്. അപ്പോൾ സുക്കൂനാണെങ്കിൽ ഒരു നിയമവും, ഹറക്കത്താണെങ്കിൽ വേറെ നിയമമാണ്. സുക്കൂനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അറബിയിലൊരു നിയമമുണ്ട്, സുക്കൂന് കൊണ്ട് സംസാരം തുടങ്ങാൻ പറ്റില്ല. എന്ന് പറഞ്ഞിട്ട് സംസാരം തുടങ്ങാൻ പറ്റില്ല, ഒരു ഹറക്കത്തുകൊണ്ടേ സംസാരം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ ഒരു ഹംസ കൊടുക്കണം. ആ ഹംസ ഈ എന്നോ ഊ എന്നോ പറ്റും. ഈ എന്നോ ഹംസക്ക് ആ ഈ ഊ 3 ഹംസയാണല്ലോ, അതിൽ ഈ ആണോ ഊ ആണോ എന്നെങ്ങനെ തീരുമാനിക്കുക? മൂന്നാമത്തെ ലെറ്റർ നോക്കുക. പക്ഷെ മൂന്നാമത്തെ ലെറ്റർ എന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഐനുൽ ഫെയിൽ എന്ന് പറയുന്നതാണ്. ഐനുൽ ഫെയിൽ നോക്കുക. ഐനുൽ ഫെയിൽ എന്താ ഇവിടെ? ദമ്മല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഊ എന്ന് കൊടുക്കണം. അപ്പോൾ എന്തായി? ഉഫ് ഉൽ. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ അപ്പോൾ കത്തബിൻ്റെ മുതാരി എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പഠിച്ച സംഗതി എങ്ങനെ മനസ്സിലാക്കുക? എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക? ഡിക്ഷണറി നോക്കുക. കാരണം സുലാസിയാണോ ഡിക്ഷണറി നോക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കത്തബിൻ്റെ മുതാരി യക്തുബു അല്ലേ, യക്തുബു. ഇനി ഇതിനെ നമ്മൾ അമ്രാക്കണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യാ കളഞ്ഞ് താ ആക്കുക അല്ലേ. എല്ലാം പോകാനുള്ളതാണ്, പക്ഷെ എന്നാലും ഫോർമാലിറ്റീസ്. മുഖാത്തബിനോടല്ലേ പറയുന്നത്. തക്തുബു ആക്കി. പിന്നെ ലാസ്റ്റ് ലെറ്ററോ സുക്കൂനാക്കണം. പിന്നെ ഇത് കളയണം. എന്നിട്ട് ഒരു ഹംസ കൊടുക്കണം അല്ലേ, കാരണം എന്താ ഇവിടെ സുക്കൂനാണ് അടുത്ത ലെറ്റർ. ആ ഹംസ ആ എന്ന് കൊടുക്കണോ, അല്ല അഫൻ ആ ഇല്ല, ഈ എന്ന് കൊടുക്കണോ ഊ എന്ന് കൊടുക്കണോ, അത് തീരുമാനിക്കുന്നത് ഐനുൽ ഫെയിൽ നോക്കിയിട്ടാണ്. ഐനുൽ ഫെയിൽ തൂ എന്നല്ലേ, അപ്പോൾ ഇവിടെ ഊ. അപ്പം എന്തായി? ഉക്തുബ് എന്നായി. ഇനി നമുക്ക് ഹർക്കത്തുള്ളൊരു ഉദാഹരണം നോക്കാം. ഫസ്റ്റ് ലെറ്റർ കളയുമ്പോൾ ഇപ്പോൾ ഇവിടെ യുഫാഇലു, ഉദാഹരണത്തിന് യുജാഹിദു. അതിൻ്റെ ഈ യു കളഞ്ഞിട്ട് തു എന്നാക്കി, ലാസ്റ്റ് സുക്കൂനാക്കി, പിന്നെ ഈ താ കളഞ്ഞു, അപ്പോൾ ജാഹിദ്. അവിടെ ഫസ്റ്റ് ലെറ്റർ ഹർക്കത്താണോ സുക്കൂനാണോ? ജീമിന് ഹർക്കത്താണ്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, കാരണം ഹർക്കത്തുകൊണ്ട് നമുക്ക് സംസാരം തുടങ്ങാമല്ലോ. ജാഹിദ് എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമില്ല. അപ്പോൾ ഈ ഹംസ കൊണ്ടുവരുന്നത് ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ ഹംസ കൊടുത്തത്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജാഹിദ് എന്ന് കിട്ടി. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? യുഫാഇലുവിൻ്റെ അമ്ര എന്താണ്? യുഫാഇലുവിൻ്റെ അമ്ര ഫാഇൽ എന്നാണ്. ഇവിടെ യുഫ്ഇലു ആദ്യം തു എന്നാക്കി, പിന്നെ അവിടെ സുക്കൂനാക്കി, പിന്നെ ഓക്കെ ഇത് കളഞ്ഞു. അപ്പോൾ എന്താണ്? അവിടെ വേറെ പ്രശ്നമുണ്ട്. അഫ്അലല്ലേ നമ്മൾ പറയുന്നത്? അഫ്അല ശരിക്ക് അഫ്അലിൻ്റെ മുതാരി എന്തായിരുന്നു? നമ്മൾ യുഫ്ഇലു എന്നാണ് പറഞ്ഞത്. ശരിക്ക് മുതാരി യു അഫ്ഇലു എന്നാണ്. യു അഫ്ഇലു എന്നാണ് മുതാരി അല്ലേ, കാരണം ഫസ്റ്റത്തെ ലെറ്റർ ഹംസ അല്ലേ. അപ്പോൾ യു അഫ്ഇലു ആണ് ഇതിൻ്റെ മുതാരി. ഇനി ഇതിനെ നമ്മൾ താ ആക്കിയാൽ എന്തായി? തു അഫ്ഇലു അല്ലേ. തു അഫ്ഇൽ
അല്ലേ? ഇനി ഇത് കളഞ്ഞാലോ, തൂ കളഞ്ഞാലോ അഫ്ഇൽ അല്ലേ? ശരിയല്ലേ? മനസ്സിലായത്? അതായത് അഫ്അലിൻ്റെ മുളാരി യു അഫ്ഇൽ എന്നായിരുന്നു. യു അഫ്ഇൽ നമ്മളെന്താ പറഞ്ഞത്? യുഫ്ഇൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. യുഫ്ഇലു എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കത് യു അഫ്ഇലു എന്നാണ്. അതെന്തുകൊണ്ടാണ് യുഫ്ഇൽ എന്നായത്? ഒരു ഹദഫ് നടന്നിട്ടുണ്ട് അവിടെ, അത് ഞാൻ മറന്നുപോയി എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും യു അഫ്ഇലു ആണ് ശരിക്കും അതിൻ്റെ മുളാരി. നമ്മളിപ്പോൾ മാതിയിൽ നിന്ന് മുളാരി ഉണ്ടാക്കുന്ന ടേബിൾ ഇപ്പോഴല്ലേ എഴുതിയത്? മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ എന്തായിരുന്നു? ഒന്ന്, മാതി മുളാരിയാക്കാൻ ഫസ്റ്റ് അനയിത്തൂലൊരു അക്ഷരം എഴുതുക. രണ്ടാമത്തത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അഫ്അല ഫസ്റ്റ് ഒരക്ഷരം എഴുതി യാ. അതിന് ഫത്ഹാണോ കസ്റാണോ എന്ന് എങ്ങനെ തീരുമാനിക്കുക? 4 അക്ഷരമാണെങ്കിൽ ദമ്മ. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ശ്രദ്ധിക്കുക, സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് താ ആണെങ്കിൽ ഫത്ത്, ബാക്കിയൊക്കെ കസ്റ അല്ലേ? അപ്പോൾ യു എന്ന് കിട്ടി, ഇവിടെ ഇ എന്ന് കിട്ടി, ഇവിടെ ലു എന്ന് തന്നെ ആയിരിക്കും. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ അവിടെ എഴുതി വെക്കണ്ടേ? അപ്പോൾ ഈ ആനെ കളയാൻ എന്താണ് ന്യായം? ഒന്നുമില്ല. ഇവിടെ യു ആ ഇങ്ങനെയായിരുന്നു ശരിക്ക് നമ്മളെ നിയമങ്ങൾ പ്രകാരം എങ്ങനെയാണ് കിട്ടേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല യുഫ്ഇലു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും ചോദ്യം ചെയ്തില്ല. ശരിക്ക് നിങ്ങൾ തെറ്റാണ്. ഇത് എന്തുകൊണ്ട് ഈ ഹംസനെ നമ്മൾ കളഞ്ഞു? മുളാരിയിൽ യു അഫ്ഇലു എന്ന് പറയാതെ യുഫ്ഇലു എന്ന് പറഞ്ഞു എന്നുള്ളത് അത് നമ്മൾ ഇബ്ദാലിനെ കുറിച്ച് പഠിക്കും. അക്ഷരങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അവിടെ നിന്ന് മനസ്സിലാവും. ഇത് ക്ലിയർ അല്ലേ? അഫ്അലിൻ്റെ മുളാരി യു അഫ്ഇലു ആണ് എന്നുള്ളത്. അത് അല്ല അല്ലല്ല, ഇത് ഹംസയാണല്ലോ. പക്ഷെ അതറിയില്ല, എനിക്കറിയില്ല. അവിടെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. എന്തായാലും അഫ്അലിൻ്റെ മുളാരി യു അഫ്ഇലു ആണ്. അത് ക്ലിയർ അല്ലേ? ഇതിൽ സംശയമുണ്ടോ? അതായത് അഫ്അലിൻ്റെ മുളാരി യു അഫ്ഇലു ആണ് എന്നതിൽ സംശയമുണ്ടോ ആർക്കെങ്കിലും? എങ്ങനെ മുളാരി യു അഫ്ഇലു എന്നായി എന്നുള്ളതിൽ സംശയമുണ്ടോ? അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ചിലർ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം നമ്മൾ ഒരു വലിയ ലിസ്റ്റ് എഴുതി 19 സിഗകളും അതിൻ്റെയൊക്കെ മുളാരികൾ എഴുതി, അതിലിതുപോലെ വേറെ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ എന്നുള്ളത്. വേറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു അഫ്അലിൻ്റെത് യുഫ്ഇലു അല്ല, ശരിക്കും യു അഫ്ഇലു ആണ്. പക്ഷെ അതെന്തുകൊണ്ട് യുഫ്ഇലു എന്ന് പറഞ്ഞു? അതിനൊരു കാരണമുണ്ട്. ആ കാരണം ലാസ്റ്റ് ഇബ്ദാൽ എന്ന് പറയുന്നൊരു ബാബ് വരാനുണ്ട്. അക്ഷരങ്ങൾ ഹദ്ഫ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു അക്ഷരം മറ്റൊരു അക്ഷരമായി മാറുകയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് അവിടെ പഠിക്കും. നമ്മൾ മറന്നുപോയി, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ഇവിടെ 2 സുക്കൂന് മുളാരിയാക്കുമ്പോൾ ഫത്തഹല്ലേ? അഫ്അല അല്ലേ മാദി? മാദി ഇപ്പം നമ്മൾ കാത്തല, അപ്പം കാത്തല യു ആഡ് ചെയ്തു. ഇവിടെ കാത്തിലൊന്നും തന്നെയല്ലേ? ഇല്ല, അങ്ങനെയല്ല. ഇതിനൊരു കാരണമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. അടുത്ത ആഴ്ച എന്തായാലും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ഞാനത് പറയാം നോക്കിയിട്ട്. അപ്പോൾ അഫ്അലിൻ്റെ മുളാരി എന്തായിരുന്നു? യു അഫ്ഇലു ആയിരുന്നു. ആ യു അഫ്ഇലുവിനെ നമ്മൾ അമ്രാക്കുമ്പോൾ എന്ത് വരും? ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അഫ്ഇൽ എന്ന് കിട്ടും. അഫ്ഇൽ എന്ന് കിട്ടും. എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയണോ? ഇവിടെ പറയാം. യു അഫ്ഇലു അല്ലേ? യു അഫ്ഇലു. നമ്മൾ അമ്ര ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഇതിനെ തു ആക്കണം അല്ലേ? തു അഫ്ഇലു. പിന്നെ ലാസ്റ്റ് ലെറ്റർ സുക്കൂന്, തു അഫ്ഇൽ. നെക്സ്റ്റ് ഈ തു കളയണം. അപ്പോൾ എന്തായി? അഫ്ഇൽ എന്ന് കിട്ടി. ഇനി നോക്കണം ഹംസ കൊണ്ടുവരണോ വേണ്ടേ? ഹംസ വേണോ വേണ്ടേ? ഹംസ ആവശ്യമുണ്ട് അവിടെ. പിന്നെ ഓൾറെഡി ഇവിടെ ഹർക്കത്തോണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വാവ് ഇടൂല ഈ ഹംസ എഴുതുമ്പോൾ. അത് ഹംസൻ്റെ എഴുത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇംല എന്നുകൊണ്ട് വേറെ പഠിക്കാനുണ്ട്.
നമുക്കറിയാലോ അഫ്ഇൽ എന്ന് എഴുതാൻ പറഞ്ഞാൽ ആരും എന്ത് ചെയ്യില്ല, എങ്ങനെ എഴുതൂല, 20 എഴുതാരെങ്കിലും ലോകത്ത് ആരും എഴുതൂല. അപ്പോൾ അഫ്ഇൽ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ചുരുക്കി പറഞ്ഞാൽ യുഫ്ഇലു എന്നുള്ളതിൻ്റെ അമ്ർ അഫ്ഇലാണെന്ന് കിട്ടി അല്ലേ. അതുപോലെ യുഫാഇലുവിൻ്റെത് ഫാഇൽ എന്നാണ് അല്ലേ. ഇങ്ങനെ ഈ സ്റ്റെപ്പുകൾ നമ്മൾ അപ്ലൈ ചെയ്താൽ, ഇപ്പോൾ ഇത് ഉദാഹരണമാണ്, ഇനി ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ കിട്ടുന്നത് എന്താണെന്ന് ഞാനിവിടെ എഴുതി വെക്കാം. യുഫഇലു എന്നുള്ളത് എന്ത് കിട്ടും? ഫഇൽ. യുഫലിൽ എന്നുള്ളത് ഫലിൽ. ഫലിൽ. യൻഫഇലു ആണല്ലേ അത്. യൻഫഇലു എന്ത് കിട്ടും? ഇൻഫഇൽ. ഇൻഫഇൽ. യഫ്തഇലു ഇഫ്തഇൽ. അതെ അതെ. യു യു ഇതിന് ശേഷം ലമ്മയ്ക്ക് ശേഷം ഒരു ഫത്ഹ, ഇതിന് എന്താ പറയുക ഹംസ വരില്ല, അത് ഡ്രോപ്പ് ചെയ്താണ് എന്നുള്ളത്. ലമ്മക്ക് ശേഷം ഫത്ത് വരില്ലാന്നോ? ലമ്മക്ക് ശേഷം ഫത്ത് വരില്ലാന്നോ? ലമ്മയ്ക്ക് ശേഷം ഒരു ഹംസയിൽ മേലെ ഫത്ഹ ഒരുമിച്ച് പ്രൊണൗൺസ് ചെയ്യില്ല. പ്രൊണൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരത് അത് ലമ്മയും ഫത്തയും ലമ്മക്ക് ശേഷം ഫത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അഫ്ഇൽ എന്നൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അഫ്ഇൽ എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ കളഞ്ഞതായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും കൺഫേം ചെയ്യാം. പക്ഷേ ഇന്ന് ഞാനത് ക്ലിയർ ആക്കാം. മാഷാ. അപ്പോൾ യഫ്തഇലു ഇഫ്തഇൽ. യതഫഅലു എന്താണ്? നമുക്ക് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, വെറുതെ അടക്കം ഓരോന്ന്. യതഫഅലു എങ്ങനെയായിരിക്കും? ഇതൊക്കെ വെറുതെ എഴുതുന്നല്ല എന്ന് മനസ്സിലാൻ വേണ്ടി ഇടക്ക് യതഫഅലുവിൻ്റെ ആദ്യം തതഫഅലു ആക്കി, പിന്നെ സുക്കൂനെടുത്ത്, പിന്നെ എന്ത് ചെയ്തു? താ കളഞ്ഞു. തഫഅൽ. ഉദാഹരണം, ഒരു ഉദാഹരണം പറയും. തസാഅൽ കൽപ്പന. വേറെ തദാക്കർ, തതദാക്കറു. ഒരുമിച്ചിരുന്ന് കമ്പൈൻഡ് സ്റ്റഡി നടത്തുന്ന തതദാക്കറു. എൻ്റെ അമ്ര തദാക്കർ. തറാജ. തറാജ എന്ന് പറഞ്ഞാൽ മടങ്ങി. ഒരാൾ ചെയ്തൊരു പ്രവൃത്തി അല്ലെങ്കിൽ പറഞ്ഞൊരു വാക്ക് അതിൽ നിന്ന് മടങ്ങി, തിരുത്തി. ഇപ്പോൾ തറാജ, എൻ്റെ മുദാരി യ തറാജ, നീ മടങ്ങ് എന്നുള്ള അമ്ര എന്താണ്? തറാജ എന്നുള്ളത്. ശരി. അടുത്തത് യതഫഅലു. അതിന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. തഫഅൽ. ഉദാഹരണം, ഏറ്റവും നല്ലത് നമുക്ക് എളുപ്പം തോന്നുന്നൊരു ഉദാഹരണം സ്റ്റോറിയിൽ നിന്നാണ്. എളുപ്പം തോന്നുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഖുറാനോ ഹദീസ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ മറക്കൂല. ഇപ്പോൾ യതഫഅലു എന്നുള്ളതിൻ്റെ മുദാരി യതഫഅലു എന്നുള്ളതിൻ്റെ അമ്ര തഫഅൽ എന്നാണ് എന്ന് കണ്ട് നിങ്ങൾ പഠിച്ചാൽ ഇവിടുന്ന് പുറത്തെത്തുന്നതിന് മുമ്പ് അത് മറക്കും. നേരെ മറിച്ച് തസദ്ദഖ് എന്ന് പഠിച്ചാൽ, തസദ്ദഖ് എന്നുള്ളൊരു ഫേൽ ഉദാഹരണം ആയത്തോ ഹദീസുണ്ടോ? തസദ്ദഖ് എന്ന് പറയുന്നത് തസദ്ദഖ് എന്നുള്ള ആയത്തില്ലേ? ഉണ്ട് സൂറത്ത് യൂസുഫിൽ. വഔഫിലനൽ കൈല വതസദ്ദഖ് അലൈന. യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ പറയുന്നു, തസദ്ദഖ് അലൈന, ഞങ്ങൾക്ക് സദക്ക ചെയ്യണം. സഹോദരനാണെന്നറിയാതെ അവർ ഭക്ഷണം ചോദിക്കുമ്പോൾ പറയുന്ന വാക്കാണ് ഫഔഫിലനൽ കൈല വതസദ്ദഖ് അലൈന. അപ്പോൾ അത് പഠിച്ചാൽ, അതാണ് ഖുർആൻ അറബി ഭാഷ പഠിക്കാൻ വളരെ സഹായിക്കും. അറബി ഭാഷ ഖുർആൻ പഠിക്കാനും സഹായിക്കും. ഉദാഹരണം. അടുത്തത് യഫ്അല്ലു. നമ്മൾ പറഞ്ഞു യഫ്അലിലു ആയിരുന്നു. യഫ്അല്ലു. ഇഫ്അൽ എന്താണ്? ഇഫ്അല്ല എന്നാണ്. ഇഫ്അല്ല എന്നാണ്. അതെന്തുകൊണ്ട് ഇങ്ങനെയായി? അത് ഇദ്ഗാമിൽ വിശദമായിട്ട് പഠിക്കും ഇൻഷാ അല്ലാഹ്. ശരിക്ക് എഫ് അലിലു എന്നാണ്, അത് ഇഫ് അലിൽ എന്നാണ് ശരിക്കത്. ഇത് ശരിക്ക് ഇഫ് അലിൽ എന്നാണ്. കാരണം എന്താ? അവിടെ എഫ് അലിലു അല്ലേ. എഫ് അലിലുവിനെ നമ്മൾ മാറ്റുമ്പോൾ എന്താവും? ആദ്യം യാ കളയും അല്ലേ, തഫ് അലിലു, പിന്നെ അവിടെ സുക്കൂനാക്കി
അപ്പം എന്തായി? തഫ് അലിൽ ഇത് കളഞ്ഞു, താ കളഞ്ഞു. അപ്പോൾ ഹംസ വേണം. ഹംസ കൊടുക്കുമ്പോൾ അതിന് കസറാണ്. അപ്പോൾ ഇഫ് അലിൽ എന്നാണ്. ഇഫ് അലിൽ, ആ ഇഫ് അലിലാണ് ഇഫ് അല്ല എന്നത്. കാരണം എന്താണ്? ഈ രണ്ടും ഒരേ അക്ഷരം ആയതുകൊണ്ട്. അത് എങ്ങനെ ഒരേ അക്ഷരം വരുമ്പോൾ എന്ത് ഹർക്കത്തിന് കൊടുക്കും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. ഒന്ന് ആലോചിച്ചാൽ മതി. ഇഫ് അല്ലി എന്നായാലും എന്താവില്ല, ശരിയാവില്ല. കാരണം ഫെയിലിൻ്റെ അവസാനത്തിൽ കസറ വരില്ല. ഇഫ് അല്ലു എന്നായാലോ? കാരണം ഒരു ഓപ്ഷൻ അതാണുള്ളത്. എഫ് അലിലു എന്നുള്ളത് ഇഫ് അല്ലു എന്നാക്കാം. പക്ഷെ ഇഫ് അല്ലു ആക്കിയ പ്രയാസമല്ലേ? ഇഫ് അല്ല എന്നുള്ളതിനെ അപേക്ഷിച്ച് ഫത്തഹിനേക്കാളും പ്രയാസമല്ലേ ലൊമ്മ്? മുദാരിനോടൊരു മുദാരി പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ അവിടെ വെച്ച് പഠിക്കും. അതിൻ്റെ മുമ്പേ ഇജ്തിഹാദ് ചെയ്ത്. അടുത്തത് യസ്തഫ്ഇലുവിൻ്റെ അമ്ര ഇസ്തഫ്ഇൽ. ഇസ്തഫ്ഇൽ. യതഫഅലലുൻ്റെത് തഫഅലൽ. നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞില്ല അല്ലേ? ഉദാഹരണങ്ങൾ പറയണമായിരുന്നു. ഇവിടെ മുതൽ തുടങ്ങാം. അവിടെ ഉള്ളതൊക്കെ അറിയുന്നതല്ലേ? യൻഫഅലു, ഇൻഫഅൽ. ഉദാഹരണം ഇജ്തിഹാദല്ല. യൻഫഅലു, യൻഖാദു, ഇൻഖാദ. നമ്മൾ ഇൻഖിയാദ് എന്ന് പറയില്ലേ? ഇൻഖാദ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങി. യൻഖാദു, ഇൻഖദ്. അവിടെ ഒരു ഹദഫുണ്ട്, പിന്നീട് പഠിക്കും. ഇൻഖദ്, നീ കീഴൊതുങ്ങുക എന്നുള്ള കൽപ്പന. യഫ്തഇലു, യഹ്തരിമു. നിങ്ങൾക്ക് തന്നെ നോട്ടിലുണ്ട്. യഹ്തരിമു, യഹ്തരിം, ആദരിക്ക്. യഹ്തരിമു എന്ന് പറഞ്ഞാൽ ആദരിക്കുന്നു. യതഫഅലു, യതഖാതലു, തമ്മിൽ അടിക്കുക. തഖാതൽ, തമ്മിൽ അടിക്കൂ. യതഫഅലു, നമ്മൾ പറഞ്ഞു യതസദ്ദഖു, തസദ്ദഖ്. യഫ്അല്ലു, ഉദാഹരണം യഹ്മറു, ചുവപ്പാകുന്നു. യഹ്മറ. യതഹജ്ജദു, തഹജ്ജദ്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, നീ തഹജ്ജുദ് നമസ്കരിക്കുക എന്നുള്ള കൽപ്പന. യഫ്അല്ലു, ഉദാഹരണം യഹ്മറു, യഹ്മറ, നീ ചുവപ്പാവുക. അതിപ്പോൾ എവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരാളോട് കളർ മാറാൻ പറയാൻ പറ്റുമോ? ഇഷ്തദ്ദ. അതൊക്കെ ഇഷ്തദ്ദ. യഷ്തദ്ദു, ഇഷ്തദ്ദ, നീ ശദീദാവുക. യസ്തഫ്ഇലു, ഉദാഹരണം ഇസ്തഗ്ഫറ, യസ്തഗ്ഫിറു, ഇസ്തഗ്ഫിർ. ഇഷ്ടം പോലെ ആയത്തുകൾ ഇസ്തഗ്ഫിർ. യതഫഅലലു, തദഹ്റജ, യതദഹ്റജു, തദഹ്റജ്, ഉരുളു, നീ ഉരുണ്ടു പോകൂ. ആരോടാ പറയാത്? വേറെ ഉദാഹരണം? വേറെ ഉദാഹരണം ഒന്നുമില്ലേ മനുഷ്യനോട് പറയാൻ പറ്റുന്നത്? ഉദാഹരണം പറയാം. തഖൽനസ. തഖൽനസ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? തഖൽനസ എന്ന് പറഞ്ഞാൽ തൊപ്പിക്ക് എന്താ പറയുക? കലൻസുവ. തൊപ്പിയിട്ടു എന്നുള്ളതിന് തഖൽനസു, തഖൽനസ്, തൊപ്പിയിടുന്ന. ആർക്കും മനസ്സിലാവില്ലെന്നേ ഉള്ളൂ, പറയുന്നതിന് കുഴപ്പമില്ല. തഖൽനസു, തഖൽനസ്. അറബി ഭാഷൻ്റെ ഒരു പവർ നോക്കി. ഇപ്പോൾ ഒരാൾ തൊപ്പിയിടുമെന്ന് പറയുമ്പോൾ തൊപ്പി ധരിക്കൂ, ഇൽബസ് അത്താഖിയ, അല്ലെങ്കിൽ ഇൽബസ് അൽ ഖലൻസു എന്ന് പറയണ്ട. ഒറ്റ വാക്ക് തഖൽനസ്, കഴിഞ്ഞ്. അപ്പോൾ ഇത്രയാണ് അമ്ര. ഇത് ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ചൊരു കാര്യം, ഈ സിയാദത്തിൻ്റെ അർത്ഥങ്ങൾ. സമയമുണ്ടോ? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാമല്ലേ? ഇപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ അഫ് അല ഫ അല ഫ അല അതിൻ്റെയൊക്കെ അർത്ഥങ്ങളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ അത് നോട്ട് ഷെയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വായിക്കുകയും ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് ചോദിച്ചോളൂ. അഫ് അല എന്നുള്ളത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ അക്രം തുഹു, ഞാൻ അവനെ, അത് പോട്ടെ. ദഖല എന്ന് പറഞ്ഞാൽ എന്തായി? പ്രവേശിച്ചു. അപ്പോൾ ദഖലൽ വലദു ഇലൽ മസ്ജിദി, ഒരു കുട്ടി പള്ളിയിൽ പ്രവേശിച്ചു. അതേമാതിരി അദ്ഖൽതുൽ വലദ ഇലൽ മസ്ജിദി, ഞാൻ കുട്ടിയെ പള്ളിയിൽ പ്രവേശിപ്പിച്ചു. മാതി തന്നെ ഇല്ല. അദ്ഖലനെ പ്രവേശിപ്പിച്ചു, യുദ്ഖിലു പ്രവേശിപ്പിക്കുന്നു, അദ്ഖിൽ നീ പ്രവേശിപ്പിക്കൂ എന്നുള്ള കൽപ്പന. മാതി മാതി തന്നെ, മുതാരി മുതാരി.
ഇല്ലല്ലോ, ഒരു വ്യത്യാസമില്ല. അത് അങ്ങനെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. എന്ത് ഓൾറെഡി ആ സാഹചര്യം എവിടെ വരുള്ളൂ? അഫ്അലിൽ മാത്രം. നിങ്ങൾ നോക്ക്, ഈ കണ്ട 19 വസനിൽ ഏതെങ്കിലും ഒരു വസനിൻ്റെ മാലിയിൽ ഫസ്റ്റ് ലെറ്റർ ഹംസ ഉണ്ടോ? ഒന്നിലുമില്ല. ഫസ്റ്റ് ലെറ്റർ ഹംസ ഒന്നിലുമില്ല. ആകെ ഇതിലുള്ളത് അഫ്അലിൽ മാത്രം. അപ്പോൾ അത് മുലാരി ആക്കുമ്പോൾ എന്തുണ്ടാവും? അനയത്തുൻ്റെ ഹംസയും ഈ ഹംസയും കൂടി ഒന്നിച്ച് വരാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ മാത്രമേ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം അതിനെ ഒഴിവാക്കിയത്. അല്ലാഹു അലം. ആയിരിക്കാം. തദഹറജ താ വരുന്നതല്ലേ? താ വരുന്നത് എത്തദഹ്റജു, അതദഹ്റജു, തതദഹ്റജു. അതും ഒഴിവാക്കാറുണ്ട് ചിലപ്പോൾ. ഇപ്പോൾ തദക്കറുണ്ടല്ലോ, യതദക്കറു, യതദക്കറു, യതദക്കറു അല്ല, ലഅല്ലക്കും, ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ആയത്തില്ലേ ഖുർആനിൽ? ഇത് ശരിക്കും എന്താ? ലഅല്ലക്കും തതദക്കറൂൻ എന്നാണ് അല്ലേ? ലഅല്ലക്കും തതദക്കറൂൻ എന്നാണ്. അപ്പോൾ ഇതിൽ ഈ പോയ താണ്ടല്ലോ, ഇതിൽ പോയത് ഇങ്ങോട്ടായപ്പോൾ പോയ അതേതാണ്? അനയത്തുൻ്റെ താണോ? അല്ല, ഒറിജിനൽ താണ്. അപ്പോൾ ആ ഒറിജിനൽ താ പോയിട്ടുണ്ട് അവിടെ. രണ്ടുമുണ്ട്. നിങ്ങൾക്ക് യു അഫ് എലു എന്ന് പറയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ പറയാം, പ്രശ്നമൊന്നുമില്ല. അതെ അതെ. അൽതഫ് അല്ല തുഫൈൽ, ഈ ഹംസ താനേക്കാളും കുറച്ചുകൂടി പ്രശ്നമാണ്. കാരണം ഓൾറെഡി ഹംസ ഒരു എല്ലത്തിൻ്റെ അക്ഷരം അല്ലെങ്കിലും അലിഫിനെ പോലെ, അലിഫിനോടൊരു സാമ്യമുണ്ട് ഹംസക്ക്. പെട്ടെന്ന് പോകും. ഹൽക്കല്ലേ മഹ്റജ്, കാരണം ഉണ്ടാവും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ദഖീഖായുള്ള ഡൗട്ടുകളാണ്, അതൊന്നും ആവശ്യമില്ല. അറബികൾ അങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്നുള്ളൂ. അത് സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അത് അടുത്ത ആഴ്ച നമുക്ക് പറയാം. നമ്മൾ 6 രൂപങ്ങൾ പറഞ്ഞല്ലോ. അഫ് അല അല, ഇഫ് അൽ അമ്ര, ഇഫ് അൽ ഒരാളോട്, രണ്ടാൾ ഇഫ് അല, ഇഫ് അലു, ഇഫ് അലി, ഇഫ് അല, ഇഫ് അൽന, ഇഫ് അൽന. അത് മുലാരിൻ്റെ എങ്ങനെയാണോ അതേപോലെ തന്നെ, മുലാരിൻ്റെ അതേപോലെ തന്നെ. ആ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താണ്? ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ആ ടേബിൾ കിട്ടാൻ. നമ്മളിവിടെ ലാസ്റ്റ് ലെറ്റർ സുക്കൂനാക്കണം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ എന്തിൻ്റെയാണ് ലാസ്റ്റ് ലെറ്റർ സുക്കൂനാക്കുന്നത്? ഫെയിൽ മുലാരിൻ്റെ അല്ലേ? ഫെയിൽ മുലാരിലല്ലേ ഈ കളികളൊക്കെ കളിക്കുന്നത്. ഈ ലാസ്റ്റ് ലെറ്റർ നൂനുർ റഫ് ആണെങ്കിൽ, നൂനുർ റഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് അലാനി, തഫ് അലീന, തഫ് അലൂന എന്നൊക്കെ പറഞ്ഞ നൂനുണ്ടല്ലോ. ആ നൂനാണെങ്കിൽ ആ നൂന് കളയാണ് വേണ്ടത്. ഇവിടെ സുക്കൂനാക്കിയതിന് പകരം അതങ്ങ് കളയാണ് വേണ്ടത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ ആ ടേബിൾ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. എന്നുവെച്ചാൽ അത് അടുത്ത ആഴ്ച വീണ്ടും പറയാം ഈ കാര്യം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഈ മാലി മുലാരി ആക്കുന്നതോ മുലാരി അമ്രാക്കുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയിലുള്ള ഏതെങ്കിലും ഫെയിലിനെ പറ്റി അതിൻ്റെ അമ്ര എന്താണെന്ന് അറിയണമെങ്കിൽ ചോദിക്കാം. നമുക്കിതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, മനസ്സിലായെന്ന് അറിയാൻ. ഹദ്ദറ ഒരു ഫെയിലാണ്. ഹദ്ദറ എന്താ? ഹദ്ദറ എന്ന് പറഞ്ഞാൽ വാൺ ചെയ്തു. ഹദ്ദറ അതിൻ്റെ അമ്ര എന്താ? അമ്ര പോട്ടെ, ആദ്യം മുതാരി കണ്ടുപിടിക്കാം. മാദിയാണല്ലോ ഹദ്ദറ. അതിൻ്റെ മുതാരി എന്താ? നമ്മൾ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് നോക്കാം. എങ്ങനെയാണ് യുഹദ്ദിറു, എങ്ങനെയാണ് യുഹദ്ദിറു ആവുന്നത്? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ 3 പോയിൻറ്റ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതിനുള്ള കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ടേബിളും കാണാൻ പഠിച്ചാൽ മതി. കാണാൻ പഠിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക. എൻ്റെ കൂടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട്, ഞാൻ തന്ന ടേബിളിൽ എക്സാമ്പിൾസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും കൂടെ എക്സാമ്പിൾ ഉണ്ട്. അത് പഠിച്ചാൽ പ്രശ്നം തീർന്നു. ഹദ്ദറിൻ്റെ ആ സ്റ്റെപ്പുകൾ നോക്കിയാൽ എങ്ങനെയാണ്? ഫസ്റ്റ് അനയിത്തു എന്നുള്ള 4 അക്ഷരം അല്ലേ? ഹദ്ദറിൻ്റെ മുമ്പിൽ ആ അക്ഷരം ഒന്ന് കൊടുക്കണം, യാ. ആ യാക്ക് ഫത്താണോ കസറാണോ ദമ്മാണോ എന്ന് അങ്ങനെ തീരുമാനിക്കുക. ഇതിൻ്റെ മാതിൽ എത്ര അക്ഷരം ഉണ്ട് നോക്കുക. എത്ര അക്ഷരം ഉണ്ട്? 4 അക്ഷരം ഉണ്ട്, 3 അല്ല. ദാലിന് ശബ്ദില്ലേ? അപ്പോൾ യു ആണെന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഐനുൽ ഫെയിൽ. ഐനുൽ ഫെയിലിന് ഫത്തഹാണോ കസറാണോ? 2 ഓപ്ഷനേ ഉള്ളൂ.
താ ആണ് ഫസ്റ്റ് ലെറ്റർ എങ്കിൽ ഇവിടെ ഹാ അല്ലേ, താ അല്ലല്ലോ. അപ്പം എന്തായി? കസറാണ്. യുഹദ്ദിറു. ഇനി അമ്ര ഉണ്ടാക്കണം. അതിൻ്റെ അമ്ര എങ്ങനെ? അമ്ര ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? യാ മാറ്റിയിട്ട് താ ആക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതിന് കളഞ്ഞാൽ പോരെ. ഫസ്റ്റ് ലെറ്റർ കളയാം. ഹദ്ദിറ എന്നായി. പിന്നെ ലാസ്റ്റ് ലെറ്റർ സുക്കൂനാക്കുക. ഹദ്ദിർ. പിന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലെറ്റർ എന്താ നോക്കുക, അവിടെ സുക്കൂനാണോ ഹർക്കത്താണോ? ഹർക്കത്താണ്. അപ്പോൾ ഒന്നും ചെയ്യണ്ട. ഹദ്ദിർ എന്ന് പറയാൻ പ്രയാസമൊന്നുമില്ലല്ലോ. പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ഹംസ കൊണ്ടുവന്നിട്ട് പ്രയാസം തീർക്കണം. അതിനുള്ളൊരു ഉദാഹരണം കൂടി പറയാം. എന്താ പറയുക ഉദാഹരണം? ഫഅല വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ. ഫഅല ദറബ യദ്രിബു. യദ്രിബു യദ്രിബു. ഫസ്റ്റ് ലെറ്റർ കളഞ്ഞു, ലാസ്റ്റ് ലെറ്റർ സുക്കൂനാക്കി. ദുരിബ്. ദുരിബ് എന്ന് പറയുന്ന പ്രയാസമല്ലേ? ഉണ്ട്. ഫസ്റ്റ് ലെറ്റർ സുക്കൂനായതുകൊണ്ടാണ് ആ പ്രയാസം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഹംസ. ആ ഹംസ കസറാണോ ദമ്മാണോ? ഈ ആണോ ഉ ആണോ? ആ എന്നുള്ള പരിപാടി ഇല്ല. ഈ ആണോ ഉ ആണോ? അതെങ്ങനെ തീരുമാനിക്കുക? അയിനുൽ ഫെയിൽ നോക്കുക. കസറാണ്, രീ എന്നല്ലേ. അപ്പോൾ ഇതൊരിപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഈ നമ്മളിപ്പം മുഖാത്തബ് മുദക്കർ മുഫ്രദായിട്ടുള്ളത് മാത്രം ഒരു പുരുഷനോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 6 രൂപങ്ങളുണ്ട്, അത് അടുത്ത പ്രാവശ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഈ ലാസ്റ്റ് ലെറ്റർ സുക്കൂനാക്കുന്ന പോലെ തന്നെ ലാസ്റ്റ് ലെറ്റർ നൂനാണെങ്കിൽ ആ നൂന് കളയാണ് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു ഉദാഹരണം, രണ്ട് പെണ്ണുങ്ങളോട് പറയാണ്. രണ്ട് പെണ്ണുങ്ങളോട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് പറയാണ്, നീ അടങ്ങിയിരിക്കുക, വീട്ടിൽ അടങ്ങിയിരിക്കുക എന്ന് പറയാണ്. അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഇപ്പം മറിയം ബീവിൻ്റെ ഉദാഹരണം തന്നെ ഖുർആനിൽ പറഞ്ഞ ഉദാഹരണം, അടങ്ങി ഒതുങ്ങി ഇബാദത്ത് ചെയ്യുക എന്നുള്ള, പള്ളിയിലിരുന്ന് ഇബാദത്ത്. കാനത്ത എന്നാണ് പറയാം. കാനത്ത യഖ്നുതു. അമ്ര പറയില്ലേ, കാനത്ത യഖ്നുതു. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു പെണ്ണിനോടുള്ള കൽപ്പന കിട്ടണം. മുദാരി യഖ്നുതു അല്ലേ, യഖ്നുതു. അപ്പോൾ നമ്മളെ സ്റ്റെപ്പുകൾ എന്താണ്? ഫസ്റ്റ് ഹർഫുൽ മുദാറ കളഞ്ഞു. അടുത്തത് അതിന് മുമ്പ് ഒരു പെണ്ണിനോടുള്ള മുദാരി എടുക്കണമല്ലോ, എന്നിട്ടല്ലേ അതിനല്ലേ അമ്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരാണിനോട് കൽപ്പിക്കുമ്പോൾ ഒരാണിനോടുള്ള മുദാരിന്ന് ഉണ്ടാക്കാം. ഒരു പെണ്ണിനോട് കൽപ്പിക്കുമ്പോൾ ഒരു പെണ്ണിനോടുള്ള മുദാരി വേണം. അപ്പോൾ തഖ്നുതീനാണല്ലോ അല്ലേ, അതൊക്കെ ആ ടേബിൾ പഠിച്ചവർക്കറിയാം. തഖ്നുതീന. ആദ്യം ഹർഫുൽ മുദാറ കളഞ്ഞു. പിന്നെന്ത് ചെയ്യണം? ലാസ്റ്റ് ലെറ്റർ സുക്കൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു നൂനാണെങ്കിൽ എന്ത് ചെയ്യണം? കുനുത്തീൻ എന്നല്ല, ഈ നൂന് മൊത്തം കളയുക ചെയ്യുക. അപ്പോൾ എന്തായി? കുനുത്തീനായി. കുനുത്തീ എന്ന് പറയാനൊരു സുഖമുണ്ടോ? സുഖമില്ലാത്തത് സുക്കൂന് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഹംസ വേണം. ആ ഹംസക്ക് ദമ്മ് കൊടുക്കണോ കസ്ർ കൊടുക്കണോ? സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ നോക്കുക. സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്താ? അതാ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ലാസ്റ്റിനേക്കാൾ നല്ലത് അയിനുൽ ഫെയിലാണ്. കാരണം സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ താ ആണോ എന്ന് സംശയം തോന്നും. താ അല്ല, അഫൻ യാ അല്ല, കാരണം നൂൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് യാ അല്ലേ? അല്ല, താ ആണ്. അഫൻ താ ആണോ നൂനാണോ? നൂനാണ്. അയിനുൽ കരീമ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. കാനത്ത എന്ന് പറഞ്ഞാൽ അയിനെന്താ? നൂൻ. അപ്പോൾ നൂൻ്റെ ഹർക്കത്ത് ലമ്മ. അപ്പോൾ ഇവിടെ ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ. ക്ലിയർ അല്ലേ? പക്ഷെ അത് അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഈ അമ്രൻ്റെ കാര്യം. ഇല്ല, അതിപ്പോൾ നമ്മൾ ഏത് ഭാഷ പഠിക്കുമ്പോഴും നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂൾസൊക്കെ ആലോചിച്ചിട്ട് ഉണ്ടാക്കുന്ന സെൻറ്റൻസുകൾ പിന്നെ ഓട്ടോമാറ്റിക്കായി മാറും. ഇപ്പോൾ ഒക്കുനുത്തി എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഒരു തക്കുനുത്തീനായിരുന്നു എന്നൊന്നും ആരും ചിന്തിക്കില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ ഏത് ഭാഷയിലാണെങ്കിലും, ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയാണ്, നമ്മൾ ഇപ്പോൾ ഒരാൾ ഹീ ഡസ് എന്ന് പറയുമ്പോൾ ഡസ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് എസ് വന്നത്, അല്ലെങ്കിൽ ഡു എന്നായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പറയുക. അത് സമയം കൊണ്ട് അങ്ങനെ ആയി മാറും. ശരി, എന്നാൽ സമയമായി. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത